ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭൂമി പതിവ് പോലെ രാവിലെ ഇങ്ങനെ ഓടാൻ ഇറങ്ങിയതാണ്. അവളാണെങ്കിലോ അച്ഛൻ്റെ അസുഖത്തെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് അവൾക്ക് ഓടാനൊന്നും ഒരു ഉന്മേഷമില്ല. അങ്ങനെ ഓടി അച്ചേട്ടൻ്റെ അടുത്ത് എത്തുമ്പോൾ അച്ചേട്ടൻ ചോദിക്കും, ഇപ്പം മോൾക്ക് ഈയിടെയായിട്ട് ഒരു ഉഷാറും ഇല്ലല്ലോ, എന്ത് പറ്റി? പണ്ടത്തെ പോലെ ചിരിയും കളിയും തമാശയും ഒക്കെ കുറവാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ അച്ഛനോട് പറ. ക്ഷീണാണെങ്കിലേ നമുക്ക് ഏതെങ്കിലും ഡോക്ടറെ കാണാം. ഒന്നുമില്ല അച്ഛാ, നമുക്ക് പോയാലോ? ഇതിലേതെങ്കിലും ഒന്ന് എടുത്ത് കഴിക്ക്. വേണ്ട അച്ഛാ എന്ന് ഭൂമി പറയും. അങ്ങനെ പറഞ്ഞിട്ട് ഭൂമി അച്ഛൻ്റെ കവിളത്തൊരു ഉമ്മ കൊടുക്കുകയാണ്. എന്നിട്ട് അച്ചേട്ടൻ്റെ അടുത്ത് പറയും, നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോയാലോ? CCTV ഓക്കെ അല്ലേ? എടി, ഇത് വന്ദേ ഭാരതാ. വാ കയറ് എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ കാറിൽ കയറുകയാണ്. അങ്ങനെ വണ്ടിയിലിരുന്നിട്ട് ഭൂമി പറയും, അച്ഛൻ്റെ കാറ് തള്ളാനേ ഇവിടെ ആരും കിട്ടൂല. അതെന്താ? ഇവിടെ ടൂറിസ്റ്റുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി. അതെന്താ അങ്ങനെ? അതെ, അച്ഛൻ കാറ് തള്ളുന്നതേ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അതാവും. എന്നിട്ട് അച്ചേട്ടൻ കാറ് സ്റ്റാർട്ടാക്കുന്ന സമയത്ത് കാറ് സ്റ്റാർട്ടാവുന്നുണ്ടാവില്ല. അപ്പോൾ ഭൂമിയുടെ അടുത്ത് പറയുന്നത് അച്ഛൻ ഇപ്പം ശരിയാക്കി തരാമെന്നും പറഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നോക്കുന്ന സമയത്ത് ഭൂമിയുടെ അടുത്ത് പറയാണ്, ഇതിൻ്റെ ഓയിലും എല്ലാം പോയി കിടക്കുകയാണ്. എൻജിൻ മാറ്റിയാൽ ചിലപ്പോൾ ഓടിയേക്കും. ഈ വണ്ടിക്ക് ഇനി അധികം ആയുസില്ല മോളെ എന്നും പറയുമ്പോൾ ഭൂമി ആകെ പെട്ടെന്ന് എന്തൊക്കെയോ സങ്കടങ്ങൾ വന്നിട്ട് കരയാണ്. അപ്പോൾ അച്ചേട്ടൻ ചോദിക്കും, എന്താ മോളെ, എന്താ ഒരു വിഷമം? ഈ കാറിന് അച്ഛൻ്റെ ജീവിതമായിട്ട് ബന്ധമുണ്ട്. ഞാനും ഈ കാറും അച്ഛനും തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു തരാമെന്ന് പറഞ്ഞതാ. എന്താ അച്ഛാ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം? സമയമാവട്ടെ, അച്ഛൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് മുഴുവിക്കുന്നതിൻ്റെ മുന്നേ തന്നെ അച്ചേട്ടന് ആകെ ചുമച്ച് രക്തമൊക്കെ ഛർദ്ദിക്കുകയാണ്. അത് കാണുമ്പോൾ ഭൂമിക്ക് ആകെ ടെൻഷനാവുകയാണ്. എന്നിട്ട് ഭൂമി പറയും, അയ്യോ അച്ഛാ, നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോവാം, ഇപ്പം തന്നെ പോകണം. അപ്പോൾ അച്ചേട്ടൻ ചോദിക്കുക, എൻ്റെ ഈ വണ്ടി അത് വർക്ക്ഷോപ്പിൽ വിളിച്ച് പറയാം, ഞാനൊരു ടാക്സി ഏർപ്പാടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം ടാക്സി വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അങ്ങനെ അച്ചേട്ടനെ പുറത്ത് നിർത്തിയിട്ട് ഡോക്ടർ ഭൂമിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാണ്. അച്യുതൻ്റെ അസുഖം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരികയാണ്. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ അച്ഛനെ കൈവിട്ട് പോകും എന്നൊക്കെ ഭൂമിയുടെ അടുത്ത് പറയും. അപ്പോൾ ഭൂമി പറയും, അച്ഛൻ കൂടെ ഇല്ലാത്ത നാളുകൾ എൻ്റെ ചിന്തയിലേ ഇല്ല. പണത്തിനായി ഞാൻ പല മാർഗം തേടുന്നുണ്ട്, ഒരു വഴിയും തുറക്കുന്നില്ല. അപ്പോൾ ഡോക്ടർ പറയും, എനിക്കറിയാം ഭൂമി, തനിക്ക് അച്ഛനോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ ഡോക്ടർ ചോദിക്കും, തനിക്ക് വല്ല ചാരിറ്റബിൾ സൊസൈറ്റിയും സമീപിച്ചൂടെ? എല്ലാ വാതിലുകളും കയറി ഇറങ്ങുന്നുണ്ട് സർ. എൻ്റെ കോഫി ഹൗസാണ് പ്രശ്നം. അതെന്തോ 5 സ്റ്റാർ ഹോട്ടൽ പോലെയാണ് എല്ലാവരുടെയും വിചാരം. നേരെ ഡോക്ടർ പറയും, അൽഫോൺസ എന്നൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്, എനിക്കറിയാവുന്നതാ, ഞാനൊരു ലെറ്റർ തരാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഭൂമിക്ക് അച്ചേട്ടനുള്ള വേദനയ്ക്കുള്ള മരുന്ന് കൊടുക്കുകയാണ്. അങ്ങനെ ഭൂമി പുറത്തേക്ക് വരുമ്പോൾ അച്ചേട്ടൻ ചോദിക്കും, എന്താ മോളെ എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്? അപ്പോൾ ഭൂമി പറയും, അത് അൾസറിൻ്റെ തുടക്കമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അച്ചേട്ടനെ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് ഭൂമി അച്ചേട്ടൻ്റെ അടുത്ത് പറയും, നമ്മളെ വണ്ടി റോഡിൽ നിൽക്കല്ലേ, വർക്ക്ഷോപ്പിൽ വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് വർക്ക്ഷോപ്പിൽ വിളിച്ച് റെഡി ആക്കാൻ പറയുകയാണ്. അങ്ങനെ ഭൂമി അച്ചേട്ടനോട് ചോദിക്കുകയാണ്, അച്ഛൻ പറഞ്ഞില്ലല്ലോ ഞാനും ആ കാറും തമ്മിലുള്ള ബന്ധം. അങ്ങനെ അച്ചേട്ടൻ അത് എന്ന് പറഞ്ഞ് പറയാൻ നിൽക്കുമ്പോൾ നേഴ്സ്, ഭൂമി ഡോക്ടർ വിളിക്കുന്നുണ്ട് എന്ന് പറയും. അങ്ങനെ ഭൂമി ഡോക്ടറെ കാണാൻ പോകുന്നതിനിടയിൽ അച്ചേട്ടൻ ഇങ്ങനെ ഭൂമിയുടെ പഴയ കാലങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ്. ഭൂമിയെ കാറിടിപ്പിച്ച് കൊല്ലാൻ നോക്കിയ ആ വീഡിയോ ഒരു ഫോട്ടോഗ്രാഫറെ കണ്ടിട്ട് വീഡിയോ ഏർപ്പാടാക്കി വീഡിയോ എടുത്തതും ആ കാര്യങ്ങളൊക്കെ അച്ചേട്ടൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. അങ്ങനെ അതൊക്കെ ആലോചിച്ച് അച്ചേട്ടൻ ഇങ്ങനെ ഹോസ്പിറ്റൽ വരാന്തയിൽ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഭവാനി ഏർപ്പാടാക്കിയ ഗുണ്ട ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്നത്. അയാൾക്ക് മനസ്സിലാവാണ് ഇത് പറ്റിയ സമയമാണെന്ന് കരുതി നേരെ അച്ചേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അയാളുടെ കയ്യിലൊരു കത്തി ഉണ്ടായിരിക്കും. ആ കത്തിയൊക്കെ പിടിച്ചിട്ടാണ്, കത്തി പുറകെ പിടിച്ചിട്ട് അച്ചേട്ടനെ കുത്താൻ വേണ്ടിയിട്ട് അയാൾ ഇങ്ങനെ വരുന്ന സമയത്തായിരിക്കും ഭൂമി ഡോക്ടറെ അടുത്തുനിന്ന് തിരിച്ചു വരുന്നത്. അപ്പോൾ ഭൂമി അച്ചേട്ടനോട് പറയും, അച്ഛാ നമുക്ക് പോയാലോ എന്ന് ചോദിച്ചിട്ട് അവരിങ്ങനെ പോകുന്ന സമയത്ത് ആ ഗുണ്ട ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് അവസരം മിസ്സായി എന്നുള്ള രീതിയിൽ അവിടുന്ന് പോകും. പക്ഷേ അയാൾ ഇവരെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ മുന്നിലെത്തുന്ന സമയത്ത് ഭൂമി പറയും, അച്ഛനിവിടെ നിൽക്ക്, ഞാൻ വണ്ടി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സ്കൂട്ടി എടുക്കാൻ പോകുന്ന സമയത്ത് അയാൾ വീണ്ടും അച്ചേട്ടനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഭൂമി പെട്ടെന്ന് സ്കൂട്ടി എടുത്ത് വന്നതുകൊണ്ട് തന്നെ അയാൾക്ക് ആ ഒരു അവസരവും മിസ്സാവുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്.
പോലീസ് സ്റ്റേഷനിൽ പോലീസ് നമ്മുടെ ബാലേട്ടൻ ഭൂമിയുടെ അടുത്ത് വിളിച്ച് പറയും, ഭൂമി ഒരു 15 ചായയും അതിലേക്കുള്ള കടിയൊക്കെ വിളിച്ച് പറയാണ്. അപ്പോൾ ഭൂമി ചോദിക്കും, എന്താ വിശേഷം? ചെറിയൊരു വിശേഷമുണ്ട്. ആ സമയത്തായിരിക്കും അജയുടെ ഫ്രണ്ട് അലക്സ് അവിടേക്ക് വരുന്നത്. അപ്പം അദ്ദേഹം ചോദിക്കും, ഇവിടെ എന്തോ ഒരു വിശേഷം ഉണ്ടല്ലോ. ആ ചെറിയൊരു വിശേഷമുണ്ട്. നമ്മുടെ അജയ് സാറിനൊരു ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സാറ് കേസ് തെളിയിച്ചില്ലേ, MLA മകൻ്റെ കേസ് തെളിയിച്ചില്ലേ? അപ്പം ഞങ്ങളെല്ലാവരും കൂടെ സാറിനൊരു സ്വീകരണം നൽകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അജയ് അവിടേക്ക് വണ്ടിയിൽ വരികയാണ്. അന്നേരം ഇവരെല്ലാവരും കൂടെ ബൊക്കയും മാലയൊക്കെ എടുത്തിട്ട് പോലീസുകാർ അജയെ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ വക്കീലിനെ കണ്ടതും അജയ് ചോദിക്കും, നീ ഇവിടെ എത്തിയോ? എന്താ വിശേഷം? അല്ല, നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നപ്പോഴാണ് ഇവിടെ ഒരു ചായക്കുള്ള കോളുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നതാണ്. അങ്ങനെ SI അജയ്ക്ക് ഇങ്ങനെ മാലയൊക്കെ ഇടാൻ നിൽക്കുന്ന സമയത്ത് അജയ് ചോദിക്കും, എന്താടോ ഇതൊക്കെ? ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അത് കേസ് തെളിയിച്ചതിന് ഞങ്ങളുടെ ഒരു സന്തോഷത്തിനാണ്. ആ സമയത്ത് ബാലേട്ടൻ ചോദിക്കും, അല്ല ഭൂമിയെ കൂടെ വിളിക്കണ്ടേ? അപ്പോൾ അജയ് ചോദിക്കും, എന്തിന്? അല്ല, ഭൂമിയാണല്ലോ ഈ കേസ് തെളിയിക്കാൻ ഒരു കാരണക്കാരി. അത് കേൾക്കുമ്പോൾ അജയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരികയാണ്. എന്നിട്ട് അജയ് പറയും, ഓ അവളാണല്ലോ ഈ കേസ് ഡയറി എഴുതി അയൽവാസികളെ ചോദ്യം ചെയ്ത് എല്ലാം തെളിയിച്ചത്. എങ്കിൽ ഈ ട്രീറ്റ് അവൾക്ക് കൊടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേട്ടൻ്റെ അടുത്ത് ചൂടാവാണ്. പിന്നെ SI സാർ പറയും, സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എന്തായാലും ഈ പോലീസ് സ്റ്റേഷൻ്റെ യശസ് ഉയർത്തിയതിന് ഞങ്ങൾ സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭൂമിയും കൈയടിച്ചുകൊണ്ട് ഇങ്ങനെ കടന്നു വരും. എന്നിട്ട് ഭൂമി കളിയാക്കിക്കൊണ്ട് അജയുടെ അടുത്ത് പറയും, കൺഗ്രാറ്റുലേഷൻ സർ, സാറിനുള്ള ഈ ഒരു സ്വീകരണത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയത് മഹാഭാഗ്യം. എല്ലാം ദൈവം കാണുന്നുണ്ട്. ദൈവത്തിന് സ്തുതി അല്ലേ വക്കീൽ സാറേ? അതെ അതെ, എപ്പോഴും സ്തുതി എന്ന് വക്കീലും പറയും. അങ്ങനെ അജയ് ദേഷ്യം പിടിച്ചിട്ട് അജയുടെ കസേരയിൽ വന്നിരിക്കുകയാണ്. ആ സമയത്ത് അലക്സ് അവിടേക്ക് വന്നിട്ട് പറയും, ഞാനൊരു സത്യം പറയട്ടെ, നിനക്ക് ഈഗോ വർക്കൗട്ടായിട്ടുണ്ട്, പോലീസ് ഈഗോ. ഭൂമിയാണ് ഈ കേസ് തെളിയിച്ചത് എന്ന് പറയാൻ നിൻ്റെ ആത്മാഭിമാനം സമ്മതിക്കുന്നില്ല. എനിക്കറിയില്ല ആൽഫ്രഡ്, പഴയ അജയ് എനിക്ക് നഷ്ടമായി. അങ്ങനെ ആൽഫ്രഡിൻ്റെ അടുത്ത് അജയ് ചോദിക്കും, ഞാൻ ഭൂമിയോട് സോറി പറയണോ? എങ്കിൽ സോറി പറയാം. ഭൂമി, ഷീ ഈസ് വെരി ഇൻ്റലക്ച്വൽ, എനിക്ക് അയാളെ ഇഷ്ടമാണ്. ബട്ട് എനിക്കറിയില്ല ഞാൻ എന്താ ഇങ്ങനെയെന്ന്. ഓർക്കുമ്പോൾ ഞാനെല്ലാം തിരിച്ചറിയുന്നുണ്ട്. നയന, അവളോടുള്ള ചങ്ക് പറിച്ചുള്ള എൻ്റെ പ്രണയം, അതാണ് എന്നെ ഇങ്ങനെയാക്കി മാറ്റിയത്. അങ്ങനെ ഭൂമി എല്ലാവർക്കുള്ള ചായയായിട്ട് വരികയാണ്. ആ സമയത്ത് ബാലേട്ടൻ പറയും, സോറി ഭൂമി, ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ ആയത്. ബാലേട്ടൻ സോറി ഒന്നും പറയണ്ട, എൻ്റെ തെറ്റാണ്. ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. എന്തായാലും ഞാൻ സാറിൻ്റെ അടുത്ത് ഒന്ന് സോറി പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് അവിടെയുള്ള വനിതാ പോലീസ് പറയും, സാറ് നല്ല ദേഷ്യത്തിലാണ്, എന്തായാലും കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഭൂമി അകത്തേക്ക് കയറും. അങ്ങനെ അജയ്ക്ക് ചായ കൊടുക്കുമ്പോൾ ഭൂമി പറയും, സർ സോറി സർ എന്ന് പറയുമ്പം അജയും തിരിച്ച് സോറി എന്ന് പറഞ്ഞ് ഭൂമി തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് അജയ് ചോദിക്കും, സോറിയിൽ മാത്രം ഒതുക്കിയോ? താനാണ് ആ കേസ് തെളിയിച്ചത്, എനിക്കതിൽ തർക്കമൊന്നുമില്ല. അത് കേൾക്കുമ്പോൾ ഭൂമി പറയും, അങ്ങനെ ഒരു ക്രെഡിറ്റ് എനിക്ക് വേണ്ട സർ. സത്യം പറയല്ലോ, സാർ ഇങ്ങനെ സൗമ്യമായിട്ട് പെരുമാറുമ്പം കാണാൻ ഒരു ചേലുമില്ല. അതെ, സാറ് ദേഷ്യപ്പെടുമ്പോഴാണ് സൗന്ദര്യം വരുന്നത്. സാറ് ചായ കുടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആ ചായ ഗ്ലാസ് അവൾ കയ്യിലേക്ക് എടുത്തു കൊടുക്കുമ്പം അജയ് ദേഷ്യത്തിൽ എടുത്തോണ്ട് പോടി എന്ന് പറയുമ്പോൾ ഭൂമി ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന ആ ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.